വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ലേഡീസ് ഹോസ്റ്റലിൻ്റെ നമ്മുടെ ഒരു ഫ്രണ്ട് ഏരിയ ഒക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തിരക്കായിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുറ്റത്ത് ഇത്രയും വണ്ടികളൊക്കെ. നമ്മുടെ ഈ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഏരിയയിലെ ഈ ഒരു പൂന്തോട്ടം ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. ക്ലാസ്സിന് പോകുന്ന സമയത്തൊക്കെ അവിടെ ഒരുപാട് ചേച്ചിമാർ പണിയെടുക്കുന്നത് കാണാം. പലതരത്തിലുള്ള പൂക്കളുണ്ട്. നമ്മുടെ കാശിത്തുമ്പ, തെച്ചി, പിന്നെ മുസാണ്ട, സീനിക, പലതരത്തിലുള്ള ചെടികളുണ്ട്. റെഡ്, ചോപ്പ്, പിങ്ക്, പല നിറത്തിലുള്ള പൂക്കളുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്ത് ചെടിയാ സിൻസി? ഞങ്ങളുടെ നാട്ടില് തീപ്പൊരി എന്ന് പറയും. തീപ്പൊരിയാ? തീപ്പൊരിയാണ്. നമ്മുടെ ചെല്ലിക്കല്ലേ പറയാ? കാശിത്തുമ്പ ഞങ്ങൾ അത്രേ പറയാറുള്ളൂന്ന്. മല്ലികല്ലേ? ചെല്ലിക. മല്ലികല്ലേ അത്? ചെല്ലിക്ക. മല്ലിക വേറെ. ഇതാ നീളത്തിലുള്ള ഒരു വിത്ത് ഇങ്ങനെ ഉണ്ടാവും. കോസ്മോസ് അതല്ലേ സാധനം? കോസ്മോസ് അത് ഞങ്ങൾ മാങ്ങാറി. ഇങ്ങോട്ട് വാ. ഡാഡിയോ? സീനിക. പിന്നെ സയന്റിഫിക് നെയിം ഒന്നും എനിക്ക് അറിയില്ല. ഈ പൂക്കളൊക്കെ കാണിച്ചോ? കാണിക്കുന്നുണ്ട്. അതായിരിക്കില്ലേ നന്നാ. ഓക്കെ, എന്നാ വോയിസ് ഓവർ കൊടുക്കാം. ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സീസണ് മുന്നേ കടലാസ് പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ. എന്താ സിൻസി അത്? ഈ വോയിസ് കൊടുക്കട്ടോ. ഓ ഓ അത് പൂക്കൾ മാത്രമല്ല കേട്ടോ, പല ടൈപ്പിലുള്ള പൂമ്പാറ്റകളും ഇവിടെ ഉണ്ട്. മഞ്ഞ നിറത്തിൽ, കറുപ്പ്. ഇതിൻ്റെ ഒന്നും പേരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. പണ്ട് അനിയത്തി ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പൂമ്പാറ്റകളുടെ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാണുന്ന കാശിത്തുമ്പ പൂക്കളുടെ ഫ്ലവേഴ്സ് കളറ് ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. ഒരു പിങ്കിഷ് ഷെയ്ഡുള്ള ഫ്ലവേഴ്സും അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു മല്ലിക ചെടിയിൽ നല്ലൊരു ഉണ്ട മല്ലിക ഉണ്ടായിരുന്നു കേട്ടോ. അതധികം അവിടെ ഇല്ല, ഒരൊറ്റൊരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഓരോ പൂക്കളും ഓരോ ചെടികളും അതിന് പിന്നിലൊക്കെ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ടാവും അല്ലേ. എനിക്കിങ്ങനെ പൂക്കളും ചെടികളും അതുപോലെ പൂന്തോട്ടത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സിങ് കിട്ടാറുണ്ട് കേട്ടോ. പണ്ട് ഓണത്തിനൊക്കെ നമ്മൾ ഇങ്ങനെ കാശിത്തുമ്പിയൊക്കെ പറിച്ച് പൂക്കൾ ഇടാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് പൂക്കൾ വാങ്ങിക്കുന്ന ഒരു ശീലമായതിനെ കൊണ്ട് പൂക്കൾ പറിക്കാൻ പൊതുവെ നമ്മൾ പുറത്തേക്ക് പോകാറില്ല. പിന്നെ നമ്മളിതിൻ്റെ വിത്തൊക്കെ ആയിട്ടുണ്ടോ നോക്കിയിട്ടോ, പക്ഷെ അത് പാകമാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മഴയും കാറ്റൊക്കെ ആയിട്ട് കുറേ പൂക്കളും ചെടികളൊക്കെ ഇതുപോലെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇപ്പോൾ അഡ്മിഷന് വന്ന കുറേ പേരൊക്കെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.